കൊള്ളാം. ആ ഇത് കണ്ടാൽ ഈ പ്രാവശ്യത്തെ അവാർഡ് എന്റെ കീശയിൽ ഓർപ്പ് കേസ്. അങ്ങനത്തെ വരയില്ലേ ഞാൻ വരയ്ക്കുന്നത്. മോഡേൺ ആർട്ട് എന്ന് വെച്ചാൽ ഇവന്മാർക്ക് എന്തോ ഇത്ര പുച്ഛം. ഞാൻ കാലിന്റെ തളവല്ല കൊണ്ട് ഞാൻ ചിത്രശലഭത്തിനെ വരയ്ക്കുന്നവനെ ഞാൻ. എന്റെ എന്റെ അടുക്കലേ അമ്മാരെ. രാവിലെ തന്നെ പേസ്റ്റും ബ്രഷ് എടുത്തോണ്ട് ഇറങ്ങിയല്ല. പേസ്റ്റും ബ്രഷ് എടുത്തോണ്ടോ? അല്ല, നിങ്ങൾ ഈ വരച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞതാ. എന്താ ഇതാണ് മോഡേൺ ആർട്ട്? മോഡേൺ ആർട്ട് എന്ത്? ലോകത്തുള്ള ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഓരോ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഇത് രാവിലെ ഒരു ബ്രഷും കുറച്ച് ചായ എടുത്തു വെച്ചാൽ മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞിടങ്ങി ഇരുന്നാ മതിയല്ല. ഒരുപാട് കളിയാക്കല്ലേ? ലക്ഷങ്ങളാ ചോദിക്കുന്നത്. ലക്ഷങ്ങൾ എന്തോ ഇതിന്. ആഹാ, ഇതെന്തോ നീ വരച്ചു വെച്ചേക്കണം. നോക്ക്. ഹായ്, കൈതച്ചക്ക. കൈതച്ചക്കയോ? സിംഹത്തിന്റെ തല വരച്ചു വെച്ചേക്കോ ഞാൻ. ഇതാണ് സിംഹം. പിന്നെ ഇത് സിംഹമല്ലേ? പിന്നെ അത് ശരി. അപ്പൊ വേറെ നോട്ട് രാവിലെ കൊറേ വരച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഹായ്, ബൾബിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബാലിക. അടിപൊളി തന്നെ. ഇത് ബൾബിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ചാണോ? പിന്നെന്താ? എടി ഉദയസൂര്യനെ നോക്കി നിൽക്കുവോ? എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ അത് വരച്ചു വെച്ചേക്കുന്ന. ഇതാണ് ഉദയസൂര്യൻ. പിന്നെ അതല്ലേ ഉദയസൂര്യൻ. പിന്നെ ആ ക്ലബിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നായിരുന്നല്ലോ. എന്തോ ഒരു പടം വരച്ചു കൊടുക്കണം. നമ്മുടെ വേലുത്തമ്പി തളവേട ഞാൻ വരച്ച് അപ്പഴേ ഇട്ടിരിക്കുമല്ലേ. പയ്യന്മാര് പോയപ്പോ തന്നെ അപ്പഴേ അതല്ലേ വരച്ച് മെയിൻ ആണ്. പിന്നെ അത് നന്നായിട്ട് എന്തോ വേലി കമ്പി തവള. എന്റെ പൊന്നു, പക്ഷേ ഇതുകൊണ്ട് ചെല്ലല്ലേ നാട്ടുകാരെടുത്തിട്ട് അലക്കും. പിന്നെ ഈ വേലുത്തമ്പി ധളവ എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ വലിയൊരു സൈന്യാധിപനാണ്. എന്നും പറഞ്ഞ് വേലിക്കകത്ത് തവളക്ക് ഇരിക്കണ്ടായോ? ഈ ലോകത്തെല്ലാരും ഒരു പണി പഠിച്ചിട്ടാ ജോലികൾ ചെയ്യുന്നത്. അങ്ങനെ പഠിച്ച പണി ചെയ്യുന്ന ആരും ഈ ലോകത്തില്ല. ഈ ലോകത്ത് എല്ലാവരും പഠിച്ച പണിയാ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മമ്മൂക്ക എന്തോ ജോലിയാ പഠിച്ചേ? വക്കീല് ആണോ? പുള്ളി കോട്ടയം ജില്ലാ കോടതി വാദിക്കാൻ പോവാന്നോ ഇപ്പൊ? പുള്ളി അഭിനയിച്ച് കാശുണ്ടാക്കുവാ. പുള്ളി ജഗദീഷ് സാർ എന്തുവാ ചെയ്യുന്നത്? പ്രൊഫസർ. ആന്നാ പുള്ളി പാലാ കോടതി പഠിപ്പിക്കാൻ പോവാന്നോടി. പുള്ളി അഭിനയിച്ച് തകർക്കുവാ ഇപ്പൊ. അപ്പൊ പിന്നെ പഠിച്ച ജോലിയാണ് ചെയ്യണമെന്നൊന്നുമില്ല. അല്ല, നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്ന് ഈ കുടുംബത്തിൽ സ്നേഹം വേണം, അല്ലെങ്കിൽ കെട്ടിയ പെണ്ണായി എന്നോട് സ്നേഹം വേണം. ഒരു ദിവസം ഇവിടെ ആക്രിക്കാരൻ വന്നപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ ആക്രിക്കാരനോട് പറയാ എന്നെ കൊടുത്തിട്ട് ഒരു സൈക്കിൾ മേടിക്കുമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പെയിന്റ് ഞാൻ കണ്ടുപിടിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞു, എന്റെ ചെവി കേൾക്കാൻ നിങ്ങൾ പറഞ്ഞു. എന്റെ പെറ്റതള്ളയാണ് എന്റെ സുപ്രതീതെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചേ. ഒരു പെട്ടി ഓട്ടർച്ച ആയിരുന്നു മുതലേ ഞാൻ സൈക്കിളിൽ വിൽക്കുമോ? അങ്ങനെ പറഞ്ഞത് ഇത് നിങ്ങളെ ഈ മടിയ എല്ലാത്തിനും കാരണം, ഈ സ്വഭാവം എല്ലാത്തിനും കാരണം. എത്ര കാലം ഈ വാടക വീട്ടിൽ കഴിയുന്നു? നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെച്ചൂടെ? നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ലൈഫിൽ നിന്ന് സർക്കാർ കുറെ കാശ് തന്നായിരുന്നല്ലോ. ആ കാശ് എന്തോ ചെയ്ത് കോവളത്ത് കൊണ്ടുപോയി കടല് കണ്ട് സുഖിച്ചു നിങ്ങൾ. ഞാൻ എന്തിനാണ് ഈ കോവളത്ത് പോയത്? എന്തിനാ പോയത്? ഞാൻ ഒന്നാമത്തെ കേസ് എന്റെ ഈ മോഡേൺ ആർട്ട് സാഹിബിമാർക്കൊന്ന് പരിചയപ്പെടുത്താം. രണ്ടാമത്തെ ഇത് കടൽ കടത്തി എനിക്ക് വിടണം. എനിക്ക് വിഷയം. നിങ്ങൾ കൂടി എല്ലാത്തിലും കാരണം നിങ്ങളെ കഴിഞ്ഞവണ നിങ്ങൾ ആശുപത്രി കൊണ്ട് നിങ്ങളെ ചെക്കപ്പ് നടത്തിയില്ലായിരുന്ന ആകപ്പാടെ കരൾ ഇത്രയും ബാക്കിയുള്ളൂ എന്നാ പറഞ്ഞ. അത് വെച്ച് എങ്ങനെ ജീവിക്കും? എടി എനിക്ക് ഈ എണ്ണയ്ക്കാണ് സുധാകരനെ ഉള്ളത് മിച്ചം പിടിച്ച് ജീവിക്കാൻ അറിയാം. ഞാൻ അങ്ങനെ ജീവിച്ചോളാം കേട്ടോ. പിന്നെ നീ നാട്ടിൽ മുഴുവൻ നടന്ന് ഞാൻ കുടുംബത്തിന് വേണ്ടി ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് നീ പറയുന്നുണ്ട്. ഞാൻ കാണാനാണോട് ആ വീടിന്റെ ബാക്കി ഞാൻ കൂട്ടിയിട്ടിരിക്കുന്നത്. ആ വീടിന്റെ ബാക്കിൽ കുടിച്ച കുപ്പിയല്ല നിങ്ങൾ എന്തോ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? എടി റേഷൻ കട ഒരു കിലോ അരിക്ക് എത്ര രൂപ ഉണ്ടടി? 1 കിലോ അരിക്ക് 10 രൂപ. ആണോ? ഒരു കാലിക്കുപ്പി ഇപ്പൊ വിറയിൽ കൊണ്ട് കൊടുത്താൽ 2 രൂപ കിട്ടും. ബാക്കി 8 രൂപ പെണ്ണുങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കണം. അല്ല ആണുങ്ങളെ കേട്ടോ. അതെ, ഇത് ഈ സംസാരം അന്തസ്സുള്ള തറവാട്ടിൽ ജനിക്കാത്തോണ്ടാ. എന്താണ് എന്റെ തറവാട്ടിന് എന്തോ കുഴപ്പം? ഭയങ്കര അന്തസ്സുള്ള ഒരു തറവാട്. ആന മനുകുമാരി ഉണ്ടായിരുന്ന തറവാട്. ആന അമ്പാരി ഉണ്ടായിരുന്ന തറവാടാ ഞങ്ങളുടെ. അറിയാവോ? പിന്നെ ഞാൻ ദോഷം പറയുമല്ലേ. ഞങ്ങൾ അച്ചാച്ചൻ രാവിലെ കുറിയും തൊട്ട് കുളിച്ചൊരു കൊറ്റത്തോർത്ത് കൊടുത്തോണ്ട് ചാരി കസേര ഒരു ഇരിപ്പുണ്ട്. എന്തോ പ്രൗഢിയാന്നറിയാവോ? അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു 15 ആന ഇങ്ങനെ നേരത്തെ നിർത്തും മുറ്റത്ത്. അതിനാണ് ആന എങ്ങനെ നിരത്തി നിർത്തുന്നത്? പിന്നല്ല ഈ 15 ആനയും കൂടെ വാരിക്കുട്ടി കൊട്ടക്കകത്താക്കി വെച്ചാൽ പറ്റും. നീ എന്തോടെ അങ്ങനത്തെ തറവാടായിരുന്നു ഞങ്ങളുടെ. കേട്ടാ അണ്ണാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ഈ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കുവണ്ണ. പിന്നെ രാവിലെ വെളുപ്പിനെ കാണുന്ന സ്വപ്നമാണെങ്കിൽ ഫലിക്കും. അങ്ങനെയാണെങ്കിലേ ഞാനൊരു സ്വപ്നം കണ്ട്. ആണോ? ഇന്ന് രാവിലെയോ? ഇതൊരു വെളുപ്പിനെ ഞാനും ഒരു സ്വപ്നം കണ്ടടി. പിന്നെ ഞാൻ കണ്ടു. നീ പറയടി പൊന്നോ, നീ പറയടി. നീ പറയടി പൊന്നോ, നിന്നെ പറഞ്ഞ എന്നാ പിന്നെ
എന്റെ അച്ഛനെ എന്റെ വീട്ടിലേക്ക് വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടെണ്ണ. ഇവളോടാ? ആ വെറും കൈയോടെ അല്ല, എന്റെ അച്ഛന്റെ കയ്യില് എനിക്കൊരു 5 പവന്റെ മാല, സ്വർണ്ണമാല, പിന്നെ സ്വർണ്ണമാല, അതുപോലെ ഒരു 8 പവന്റെ 2 വള. അത് ശരി. പിന്നെ അതുപോലെ 2 പവന്റെ 2 പാദസരം. ഇതുവട്ടൊക്കെ എന്റെ അച്ഛൻ എനിക്ക് സമ്മാനമായിട്ട് ഇതുവട്ടൊക്കെ എന്റെ അച്ഛൻ വീട്ടിലോട്ട് കയറി വരുന്ന സ്വപ്നം ഞാൻ കണ്ടു. അത് ശരി, അങ്ങനെ ഉണ്ടായിരുന്ന? അതെ അതെ. ഈ സ്വപ്നം പരിക്കൂടി. പിന്നെ ഞാൻ കണ്ട സ്വപ്നമായിട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഈ സ്വപ്നം പരിക്കും. അയ്യോ അണ്ണ എന്ത് സ്വപ്നമോ കണ്ടേ? അതായത് നിന്റെ അച്ഛനെ ഒരു കൊറ്റനിക്കറ വിട്ടിട്ട് പോലീസുകാർ വിലം വെച്ച് ജോലറി മോഷണം നടത്തിയാലും പിടിച്ചോണ്ട് പോകാനായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ അങ്ങനെയാണ് ഇതും പരിക്കും ഉറപ്പാ. ഇങ്ങനെ അച്ഛന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ വലിയ ചിത്രകാരൻ ഒരു കാര്യം ചെയ്യ്, ഈ സഞ്ചി ഇതെടുത്തോണ്ട് ചന്തയിൽ പോയി ഇത്തിരി പച്ചക്കറിയോ മീനോ എന്തെങ്കിലും മേടിച്ചിട്ട് വാ. ലോകം അറിയപ്പെടാൻ പോണ വലിയൊരു ചിത്രകാരനെ എന്നൊക്കെയാണ് സദാനന്ദൻ. ഞാൻ ചന്തയിൽ പോയി മീൻ മേടിക്കാനേ. എടി അത് കണ്ട എന്തോ വിചാരിക്കും. എനിക്കൊരു 10 രൂപ കുറച്ച് തരാൻ പറയാൻ പറ്റുമോ അവരോട്? നാണക്കനാടി പൊടി വേണമെങ്കിൽ മീൻ മേടിക്കാൻ പോണേ. ഞാൻ ചന്തയിൽ ഇപ്പൊ മീൻ മേടിക്കാൻ പോകും ഞാനിപ്പോ. അയ്യോ എന്നാ പിന്നെ ലോകം അറിയപ്പെടുന്ന ചിത്രകാരൻ എണ്ണക്കാരൻ സദാനന്ദൻ മീൻ മേടിക്കാൻ പോണ്ട. ഇല്ല ഞാൻ പോവാം. പിന്നെ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. എന്നിട്ട് ഇന്ന് ആ പലിശക്കാരൻ അണ്ണാച്ചി വരും. അണ്ണാച്ചിക്ക് പലിശ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 4 മാസമായിട്ട് പൈസ അടച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവനോടൊന്ന് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കിയിട്ടേ ഇവിടെ നിന്ന് പോകാവൂ. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്നാന്ന് വെച്ചാലേ ഒരു ചേഞ്ച് വേണ്ടായോ? എന്തോന്ന് ചേഞ്ച്? ഇപ്പൊ ഇന്ന് വേണേ ലോകം അറിയപ്പെടുന്ന ഈ വലിയ ചിത്രകാരനെ ഇന്ന് വേണേ ചന്ത പോയി മീൻ മേടിക്കാം. അയ്യോ വേണ്ട, ലോകം അറിയപ്പെടുന്ന ചിത്രകാരനല്ലേ, ഇവിടെ നിന്ന് സമാധാനം ഉണ്ടാക്കിയാൽ മതി. ഞാൻ പോയി ചന്തയിൽ പോയിട്ട് നീ ഇവിടെ നിൽക്കാം. വേണ്ട 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 വേണ്ട, ഞാൻ പോയിട്ട് വരാം. നിങ്ങളോട് മര്യാദയ്ക്ക് അതിനൊരു സമാധാനം ഉണ്ടാക്കാൻ നോക്ക്. എടി അവൻ വരുമ്പോഴത്തേനും വിഷയമാവും. ഒരു വിഷയമില്ല. നിങ്ങൾ അവൻ വന്ന് എന്നെ വന്ന് പറയൂ. അവൻ ഒരു മറക്കടകൻ. അവനിപ്പോ തമിഴ് ക്ലാസ് പഠിക്കാൻ ട്യൂഷന് പോണ്. മലയാളം അവൻ മൊത്തം പഠിച്ച് തമിഴ് മറന്നിട്ട് അവൻ ഇപ്പൊ എന്തോ ചെയ്യൂടെ. ഇവൻ കയറി വരുമ്പോ ഒരു ഐഡിയ ഉണ്ട്. വേഷം മാറാം. അവൻ മനസ്സിലാകാത്ത രീതിയിൽ വേഷപ്രച്ഛന്നായി നിൽക്കാം. അപ്പൊ അവന് മനസ്സിലാകത്തില്ല. എന്റെ ഭാര്യയുടെ ട്രെയിനടിച്ച് പോയൊരു മാമനുണ്ട്. മാമന്റെ ഫിഗർ അതാകുമ്പോ ആ ഒരു ഫിഗർ ഒരു ലോകത്തും ഒരു മനുഷ്യന് കാണത്തില്ല. അങ്ങനത്തെ ഫിഗർ വരാം. എന്റെ പെങ്ങളെ ഭർത്താവേ രാജൻ, അവൻ നാടകക്കാരനാണ് കേട്ടോ, ഏറ്റുമാനൂർ രാജൻ. അവൻ ഇന്ന് നാടകം കൊണ്ടാ ചോദിക്കട്ടെ ഞാൻ. ബിന്ദുവേ എടി രാജൻ എൻ്റെ അളിയൻ നിന്നും നാടകം കൊണ്ടോടി പോയാ? അവന്റെ എന്തേലും മേക്കപ്പ് സാധനങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ടാ? ഉണ്ടാ പഴയ പെട്ടി അതെടുത്ത് പോയി ഒരു അത്യാവശ്യ കേസിട്ട് ഞാൻ വരാൻ കൊച്ചേ. പിന്നെ എനിക്ക് വേലിയ തവളയിരിക്കണം ഞാൻ മറിച്ച്. അതെ ഞാൻ വരാം കേട്ടോ, ഞാൻ വരാം. നീ കട്ടി അങ്ങനെ വിട്ടാ കൊള്ളത്തില്ലല്ലോ. ഇപ്പം വേഷം മാറിയിട്ട് വരാം. വേഷം മാറിയിട്ട് വന്ന അവൻ എങ്ങനെ എന്നെ പിടിക്കണമെന്ന് എനിക്കത് കാണുമല്ലോ. അവനെ തമിഴനല്ല മറ്റേ ചന്തയിൽ പോണെന്ന് പറഞ്ഞെങ്കിൽ ഇറങ്ങിയത് സഞ്ചി എടുക്കാൻ മറന്നുപോയി. സഞ്ചി ഇവിടെ മറന്നു വെച്ചിട്ട് പോയിരിക്കുക. ഇവിടെ അണ്ണാച്ചി വരുമെന്ന് പറഞ്ഞ് ഇവിടെ എടുത്തിട്ട് പോയ മനുഷ്യനെ കൊണ്ട് പോയി. അണ്ണാ സദാനന്ദണ്ണ, അണ്ണാ ഇവിടെ ഉണ്ടോ നിങ്ങള്? ഇതാ ഈ മനുഷ്യന്റെ കാര്യം. ഒരു കാര്യം ഏൽപ്പിച്ചാൽ ശരിയാക്കി ചെയ്യത്തുമില്ല. ഇല്ല അവൻ വരുമ്പോ എന്തോ പറയും. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ ഞാനിവിടെ നിന്നാ അവന്റെ മുഖം കാണേണ്ടി വരും. ഞാനങ്ങ് പോയേക്കാം. അങ്ങനത്തെ ഒരു തന്നെ ഞാനേ കൊടുക്കാല്ലോ. മരട്ടാ പിന്നെ ഞാനേ ഇപ്പൊ കൊടുക്കാം. അണ്ണാ സദാശിവനില്ലേ? സദാശിവൻ പോയി മക്കളെ. എന്നാ പോയേ? നീ ആര്? ഈ വീട് വിറ്റിട്ട് പോയി. രണ്ടും കൂടെ ഭാര്യ ഇല്ലാട്ട് പോയി. അണ്ണാ ഞാൻ പൈസ കേട്ട് എന്നെ തലയിൽ വന്ന് തമിഴ്നാട്ടിലൊക്കെ തല കൂടാടാ. പൈസ കേട്ട് തലയിൽ വന്ന് ഭയങ്കര വിഷയം. അവ ഇല്ലട ഇറക്കാം. അവനെങ്ങാണ്ട് പോയെന്നവൻ. ഞാൻ ആരെന്ന് നനച്ചേ? എന്നാ ഞാൻ 7 നനച്ചേ. എണ്ണ വേണോ? എണ്ണ വേണമെങ്കിൽ കടയിൽ പോണം. ഇവിടെ കിട്ടത്തില്ല. അവൻ കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. കിണ്ടല് കിട്ടുമോന്ന് അറിഞ്ഞൂടാ. 1 കിലോ 2 കിലോ കണക്കൊക്കെ കിട്ടുമായിരിക്കും. അടച്ചൊക്കെ പിന്നെ നമ്മളെന്ത് ചെയ്യാൻ വലിച്ച് അല്ല ഇപ്പൊ എന്ത് ചെയ്യും? സദാശിവൻ ഇല്ലെന്ന് എല്ലാം കൂടെ വിറ്റ് ഭാര്യയൊക്കെ ആയിട്ട് പോയി. എവിടെയോ പാത്ത മാതിരി ഇരിക്ക എന്നെ മോഞ്ചി. ഒരിക്കലും അങ്ങനെ ഇരിക്കില്ല. എവിടെയോ പാത്ത മാതിരി ഇരിക്കേ. ഇല്ല പുള്ളിയുടെ വൈഫില്ലേ? ഇല്ല അവളും പോയി. ഒന്നിച്ച് എവിടെ പോയി. 2 പേരും കൂടെ നാട് വിട്ടു പോയി. ഞാൻ ചന്തേ പോയതാ. എന്നാ പണിയാ ചേച്ചി കാണിക്കുന്ന? പൈസ മേടിച്ചിട്ട് എത്ര നേരമായി? എനിക്ക് 1 രൂപ പോലും തന്നിട്ടുണ്ടോ കയ്യില്? അമ്മരാരും എണ്ണി മേടിച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. മേടിച്ചപ്പോ എന്തൊക്കെയായിരുന്നു? പാലും തേനും ഒഴിവായിരുന്നല്ലോ. അയ്യോ ഇതാരാ എന്റെ വീട്ടിൽ? ഇതാരാ ഇത്? ഞാൻ വന്നപ്പോ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാനങ്ങ് ദൂരെ വരുവാ. അല്ല ഇവിടെ വന്നെന്തിനാ?
ഇച്ചിരി പച്ചവെള്ളം തരാവാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ കാര്യം പറ. എന്റെ പൈസ എപ്പോ തരുമെന്ന് പറ. അറിയാത്ത ഒരാൾ വന്ന് എനിക്കതൊന്നും അറിയണ്ട. അറിയാത്തതോ അറിയുന്നവരോ ആരും വരട്ടെ. 50,000 എണ്ണി മേടിച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നന്നായിട്ട് മലയാളം പറയുന്നത്. എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം. ഞാൻ എത്രയോ വർഷമായിട്ട് തമിഴ്നാട്ടിൽ നിങ്ങ വന്ന്. നിങ്ങൾക്ക് മുഴുവൻ കടമാണ്, മുഴുവൻ കടം. ഈ ചുറ്റുപാട് മുഴുവൻ കടം. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 9. ഇതിനെവിടെ നിന്ന് നേരം കിട്ടുന്നു? മക്കളേടാ, അവളെ കുറ്റം പറയല്ലേടാ. അങ്ങനെ കടം മേടിക്കുന്നവർക്ക് 9 പിള്ളേരെ എന്തോ കുഴപ്പം? എന്താ കുഴപ്പമൊന്നും അല്ല. അങ്ങനെയാണ് ഇന്ത്യ ലോകരാജ്യത്തിന്റെ മുഴുവൻ കടം മേടിച്ചേക്കുമല്ലേ എന്നും പറഞ്ഞ് ഇന്ത്യ പിള്ളേരില്ലായിരിക്കാണ്. ഭയങ്കര അറിവാണ് കേട്ടാ. ദിവ്യനാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ അല്ല. നിങ്ങളെ പോലൊരു സുന്ദരിയായ ഭാര്യ എങ്ങനെ അയാൾക്ക് കിട്ടി? എനിക്കതാ അറിയാൻ പാടില്ലാത്തത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി. അതെ, ഞാനേ എനിക്ക് ദിവസത്തെ അതാദ്യം എന്തോ മാമ കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, പറഞ്ഞോണ്ടിരിക്കുവല്ലേ. ഒരു കാര്യം ചെയ്യുക. ഈ പ്രാന്തന്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് വേറെ ആരുടെ കൂടെങ്കിലും ഒരു ഡിവോഴ്സ് വാങ്ങിച്ചു പോകും. സത്യം സത്യം. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എന്റെ തലയെ കെട്ടിവെച്ചെന്ന് ആലോചന എത്ര ദിവസം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. എവിടെങ്കിലും പോകണ്ട, തിരിച്ചു വിളിക്കാൻ നിൽക്കണ്ട. പോയ വഴി പോട്ടെ. അങ്ങ് പോട്ടെ. ആ കുടുംബം നോക്കുവല്ലേ. പറയല്ലേ മക്കളെ, പ്രായമായ ഒരാളല്ലേ മൂഞ്ചി എങ്കേ പാത്തു മാതിരി ഇരിക്കുന്നത്. എങ്കേന്ന് തന്നെ ഒരു ഇതുമില്ലല്ലോ. പിന്നെ നിങ്ങളാരാ? ഞാനാന്ന്. അയ്യോ, നിങ്ങളെന്താ ഈ വേഷം? ഞാൻ അളിയൻ്റെ പോയി നാടകത്തിന് എടുത്തു വെച്ചു. പിന്നെ എവനെ പറഞ്ഞു വിടാൻ വേറെ വഴിയില്ല. ഈ ഒരു കാര്യം എന്തേലും പറഞ്ഞ കൈ ബാക്കിയാനേറ്റ് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാ മതിയാ? എന്തേലും കൈ നിട്ടേ 110. അയ്യോ, 50,000. എന്നാച്ച് ചേച്ചി? ചേച്ചി കൊന്നാടാ എന്റെ മോളെ. നീ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കൊന്നാടാ എന്റെ മോളെ. ഇറങ്ങി പോകാൻ. നിങ്ങളാണ് ഈ കുഴപ്പക്കാരൻ. നിങ്ങൾ ഒറ്റടുത്താണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. നിങ്ങൾ ഇറങ്ങിപ്പോ. ഞാൻ പൈസ മേടിക്കാൻ വന്ന ആളല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ? പിന്നെ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചേ. പത്തനാപുരത്തൊരു കാത്തിപ്പൻ പ്രായമായവരെയൊക്കെ മാന്യമായിട്ട് നോക്കുന്ന സ്ഥലം വന്നാ കേട്ടത്. മക്കൾ ഇവിടുന്ന് പിരിവും മേടിച്ചോണ്ട് പോണതിന് മുമ്പ് എന്നെ എവിടെ കൊണ്ടുവന്നാക്ക്. നീ അവളെ കൊന്നില്ലടാ. ഞാനോ? നീ പിരിവ് ചോദിച്ചവളെ കൊന്നില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. നാട്ടുകാരെ ഓടിവായോ, ഞാൻ കൊല്ലുന്നേ. കേരളത്തിൽ നിന്ന് വന്നു ഞാനൊന്നും பண்ண மாட்டேன். இந்த கொலையை நான் பண்ண மாட்டேன். இந்த அடுத்த கொலையை பண்ண மாட்டேன். நான் பண்ண மாட்டேன். செய்ய மாட்டேன். இந்த கொலை செய்து நான் இல்லை. ரஜினியை பார்த்திருக்கு, கமலினை பார்த்திருக்கு. இந்த மாதிரி ஒரு நடிகரை பார்க்கவே இல்லை. ஐயோ, கையில் நின்று அடிக்கணே. நீ கொந்தில்லையாடா? நீ கொந்தில்லையாடா? தலைவேദന എടുക്കണയ്യാ. മിണ്ടാതിരിക്കുക. നീ കൊന്നില്ലടാ കൊച്ചിനെ. നീ നോക്കിയോ, ഞാനിപ്പോ പോലീസുകാരെ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. പ്രസീതമാളെ ഓടി വായോ, ഒരു നാടൻ പാട്ട് വായോ, പാടോ. അയ്യാ, എന്നെ വേണമെങ്കിൽ ചെയ്യാം. 50,000 രൂപ. ഒരു പാവാണ്. 50,000 രൂപ ജീവിതം. 3 മക്കളുണ്ട്. വേണോ? വേണ്ട, 50 രൂപ തരും. 50,000 എടുത്താ വെറുതെ വിടാം. അല്ല, രട്ടയില്ല മക്കളെ, അതുകൊണ്ടാ. അണ്ണാ എന്തിനാ എന്നോട് ഇച്ചതി? ഓടി വായോ, ശബ്ദം കൊടുക്കോ, ഒരു കൊച്ചു മരിച്ചു കിടക്കണേ. അണ്ണാ, ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന പൈസ തന്നെ. അണ്ണേ പാവണ്ണായി എவ்வளவே നാളാச்சு இந்த കേരളത്തിൽ വന്നിട്ട് ഇത്ര മാത്രം ഒരു വേല എന്നെ செய்ய மாட்டேன். ആരും செய்ய மாட்டேன். ഇപ്പൊ പോലീസിനെ വിളിക്കും. ഇല്ല, പോക്കോ. എവിടാന്ന് വെച്ചാ പോക്കോ. കണ്ടുപോരുത് കേരളത്തിൽ. இல்ல കേരളത്തിൽ அண்ணாய் இந்த மாதிரி மூஞ்சி நான் எங்கேயோ பார்த்திருக்கேன். അവന്റെ അമ്മമ്മയുടെ തേങ്ങ സെറ്റിയായിട്ട് വരാ. ഇപ്പൊ തന്നെ അത് കൊടുത്തില്ലെങ്കിൽ 20,000. ഓക്കെ, ഒന്നുകൂടെ അങ്ങ് കൂട്ടി 21,000 അവിടെ തരാം. എന്തോ ചെയ്യൂ. കൊച്ചേ, ഹലോ, തീർന്നു തോന്നുന്നു. എട്ടോ, ഈ പൈസ കൊണ്ട് എവിടെയും പോവാം. എടി അവൻ പോയി. അവൻ പോയടി.
50,000 രൂപ എല്ലാവർക്കും പൈസ കൊടുത്തു. ബാക്കി പൈസ ഉണ്ട്. എങ്ങനെയുണ്ട്? കിടക്കാല്ലായിരുന്നു എന്റെ അങ്ങനെ ഒത്തുലോപുരത്തര അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളായിരുന്നു. എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരുന്നു? അതാണോ ബുദ്ധി? അവനിങ്ങനെ വന്നപ്പോഴേക്കേ ഞാൻ കണ്ണിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഞാൻ ബോധം കെട്ട് വീണ എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് ഏറ്റവും വലിയ ബുദ്ധിയാണ്. പോകുവാന്ന് சொல்லிட்டு அந்த மாவின் சோற்றில் ஒளிச்சிருந்த எந்த புத்தி அப்படி இருக்கா? നല്ല ബുദ്ധി. Thank you.